വന്ദേ മാതരം. ത്വം ഹി ദുർഗാ ദശ പ്രഹരണധാരിണീ കമലാ കമലദള വിഹാരിണീ വാണീ വിദ്യാധാരിണീ നമാമി ത്വാം നമാമി കമലാ കമലാ. ധരണി ധരണി മാതരം വന്ദേ മാതരം വന്ദേ മാതരം. സുഹൃത്തുക്കളെ, എനിക്ക് ഇന്നലെ ഒരു രസകരമായ ഒരു ഇമെയിൽ വന്നു. ഞാൻ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറയാം. ഏതോ ഒരു സ്വാമി പണ്ട് നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അദ്ദേഹം മോദി ഭക്തനായി. മുസ്ലിമുകൾ അങ്ങേർക്ക് എന്തോ വീട് വെച്ചു കൊടുത്തു, കാശ് പിരിച്ചു, വീട് വെച്ചു കൊടുത്തു, ഗൾഫിൽ നിന്ന് ആരും ഒക്കെ സഹായിച്ചു, നീയും സ്വാമിയെ പോലെ നന്ദി കേട്ടവരാണെന്നൊക്കെ പറഞ്ഞു ഇമെയിൽ വന്ന്. ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് ആരും വീട് വെച്ച് തന്നിട്ടില്ല, 5 പൈസ ഞാൻ ആരോടും വാങ്ങിയിട്ടുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം ആയിരുന്നു. അത് തുടങ്ങാൻ തന്നെ എനിക്ക് വലിയ മടിയായിരുന്നു. കാരണം ഈ ആളുകളുടെ കാശ് കൊണ്ട് നടത്തുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതും നിങ്ങളോട് അന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് തുടങ്ങി 12ാമത്തെ ദിവസം ഞാനത് വേണ്ടെന്ന് വെച്ചു. ഞാനത് ക്ലോസ് ചെയ്തു. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രിപ്ഷന് വേണ്ടി പണം അടച്ചിരുന്നെങ്കിൽ അത് നേരെ തിരിച്ച് യൂട്യൂബ് അവരുടെ തന്നെ അക്കൗണ്ടിലേക്ക്, കാരണം 1 മാസം തികഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അവരുടെ തന്നെ അക്കൗണ്ടിലേക്ക് അത് തിരിച്ചിടും. അതാണ് പറഞ്ഞത്. ഞാൻ 12ാമത്തെ ദിവസം ഞാൻ തന്നെ തീരുമാനിച്ചു, വേണ്ട, ഈ സബ്സ്ക്രിപ്ഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തതാണ്. അതുകൊണ്ട് ആരുടെയും കാശ് വാങ്ങി ഇങ്ങനെ ചാനൽ നടത്തേണ്ട കാര്യം ഇല്ലാന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. അതുകൊണ്ട് ഈ സ്വാമി ആർക്കെങ്കിലും വീട് വെച്ച് കൊടുത്തു, അല്ല സ്വാമിക്ക് ആരെങ്കിലും വീട് വെച്ച് കൊടുത്തു എന്നുള്ളത് തന്നെ എന്റെ പ്രശ്നമല്ല. സ്വാമിയെ എന്നെ ഒരു നുഖത്തിൽ കെട്ടണ്ട. സ്വാമി കാശ് വാങ്ങിയെന്നുള്ള കാര്യം എനിക്കറിയില്ല. വാങ്ങിയെങ്കിൽ അങ്ങേരുടെ കാര്യമാണ്, എന്നോട് പറഞ്ഞിട്ട് കാര്യം. ഞാൻ ആരുടെയും 5 പൈസ വാങ്ങാതെയാണ് ഇത്രയും കാലം ജീവിച്ചത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ കോക്രോച്ച്, അതായത് പാറ്റ വിപ്ലവം ഇപ്പൊ ഇന്ത്യയിൽ നടക്കുകയാണല്ലോ, കോക്രോച്ച് ജനതാ പാർട്ടി. ഇതിന്റെ പശ്ചാത്തലം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിൽ നിന്ന് വന്നതാണ്. നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും അതുപോലെ ആക്ടിവിസ്റ്റും എല്ലാം കോക്രോച്ച്, അതായത് ഈ പാറ്റകളെ പോലെയാണ്, പരാന്നഭോജികളാണ് എന്നൊക്കെ ഒരു സുപ്രീം കോടതി ഒരു ഹിയറിംഗിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് ചെറുപ്പക്കാരെല്ലാം പാറ്റകളെ പോലെ ഒരു പണിയെടുക്കാതെ നടക്കുകയാണ്, അവർക്കൊന്നും ഒരു തൊഴിലുമില്ല എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ഇതിന് പിന്നീട് ഒരു വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ അങ്ങനെ ക്ലാരിഫൈ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് വ്യാജ ഡിഗ്രി കൊണ്ട് ജോലി സമ്പാദിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെയാണ് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തത്. ഏതായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കാനായിട്ടുള്ള കാരണം പറയുന്നത് ഈ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തി പരാമർശമാണ്. ഇങ്ങനെ ഈ പാർട്ടി ആരംഭിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഒക്കെ തുടങ്ങി ഒരൊറ്റ ആഴ്ച കൊണ്ട് ഇപ്പൊ 20 മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സ് കടന്നിരിക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെയാണ് ഇവർ സ്റ്റാർട്ട് ഉള്ളതെന്ന് ഇവരുടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പറഞ്ഞ 5-6 കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ഇവർ രൂപീകരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഒരു നാഷണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവ്, ഒരു ദേശ സുരക്ഷയുടെ ആംഗിളിൽ നിന്ന് കൂടി ഇത് കാണേണ്ടതുണ്ട്. ഇതിന്റെ സ്ഥാപകൻ, ഇദ്ദേഹത്തിന്റെ പേര് അഭിജിത് ദിപ്കെ എന്നാണ്. അഭിജിത് ദിപ്കി, ഇദ്ദേഹം 30 വയസ്സുള്ള ഒരു ഇന്ത്യക്കാരനാണ്. ഇദ്ദേഹം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ, മാസച്യൂസെറ്റ്സിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അമേരിക്കയിൽ. അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി, പബ്ലിക് റിലേഷൻസ് മാസ്റ്റേഴ്സ് ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ജീവിക്കുന്ന ആളാണ്. ഇദ്ദേഹം ഇതിനു മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനും അവരുടെ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റുമായിരുന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ്. അപ്പൊ ഇതിനു മുമ്പ് ആം ആദ്മി പാർട്ടിയിൽ ഇദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അഭിജിത്ത് സ്വയം പറയുന്നത്, ഈ മൂവ്മെന്റിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ദി വോയിസ് ഓഫ് ദ ലേസി ആൻഡ് ദി അൺഎംപ്ലോയിഡ് എന്നാണ്. അതായത് തൊഴിലില്ലാത്തവരും മടിയന്മാരുടെയും പാർട്ടി എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ശബ്ദം, അവർക്ക് തൊഴിലില്ലാത്തവർക്കും മടിയന്മാർക്കും വേണ്ടിയുള്ള പാർട്ടിയാണ് തങ്ങൾ ഉണ്ടാക്കുന്നത്, രൂപീകരിക്കുന്നതെന്നാണ് അദ്ദേഹം അതിന്റെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസീസ് ഇതിനെ കാണുന്ന ഒരു സ്യൂഡോ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ്. അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ മറ്റ് ചില ലക്ഷ്യങ്ങളോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഏജൻസീസ് എല്ലാം കാണുന്നത്. പ്രത്യേകിച്ച് ഇന്റലിജൻസ് ബ്യൂറോ വലിയ രീതിയിലുള്ള ദേശസുരക്ഷയുടെ കാര്യത്തിലുള്ള കൺസേൺസ്, നാഷണൽ സെക്യൂരിറ്റി കൺസേൺസ് ഇതിന്റെ പേരിൽ ഉയർത്തുന്നുണ്ട്. ഇത് ഒരുവിധം ഡിജിറ്റൽ ഇൻസർജൻസി ആണെന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഡിജിറ്റൽ വേൾഡ് ആണ്, അതായത് ഇന്റർനെറ്റിനെ ഉപയോഗിച്ചുകൊണ്ട്
രാജ്യത്ത് ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത്. ഇങ്ങനെ ഇവർ സംശയിക്കുന്നത് വെറുതെ അല്ല, ഇതിന് പല കാരണങ്ങളുണ്ട്. ഇനി പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകാവുന്ന രീതിയിലുള്ള പല ബന്ധങ്ങളും ഈ കോക്രോച്ച് മൂവ്മെന്റിന് പിന്നിലുണ്ട് എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത്. അവര് വിശ്വസനീയമായിട്ടുള്ള ചില തെളിവുകളും കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ട് ഇവർ പറയുന്നത് ഈ ഗ്രൂപ്പ് ആദ്യം ആരംഭിക്കുന്നത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, ഫെബ്രുവരി 2021 ഫെബ്രുവരി 2021 ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി ഗുജറാത്ത് എന്നുള്ള പേരിലാണ് ഇവരുടെ ഈ കോക്രോച്ച് പാർട്ടിയുടെ വെബ്സൈറ്റ് ആദ്യം പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആദ്യം ആളുകൾ കാണുന്നത്. അതിനുശേഷം ഈ പേജ് ഇവർ പല പ്രാവശ്യം പേര് മാറ്റി റീനെയിം ചെയ്തു. അതൊരു സെക്യൂരിറ്റി കൺസേൺ ആയിട്ട് ഇവർ പറയുന്നുണ്ട്. മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് ഇവർക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഫിനോമിനൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. എത്ര ട്രാക്ഷനാണ് കിട്ടുന്നത് നോക്കൂ. ആദ്യത്തെ ദിവസം തന്നെ ഇവരുടെ ഫോളോവേഴ്സിന്റെ എണ്ണം 1 മില്യണിൽ കടന്നു. അതായത് 10 ലക്ഷം കടന്നു. 20 മില്യൺ ആണ് ഒരാഴ്ച. അതായത് ഈ ആളുകൾ, ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്നവര് ഇങ്ങനെ ഒരു സാധനം ലോഞ്ച് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന പോലെ, കാത്തിരുന്നത് പോലെ, അതായത് മുൻകൂട്ടി ചില ധാരണകളോടുകൂടിയും ചില ലക്ഷ്യങ്ങളോടുകൂടിയും ഇവര് ലോഞ്ച് ചെയ്തതാണെന്ന് കൃത്യമായിട്ട് ഇന്റലിജൻസ് ബ്യൂറോ സംശയിക്കുന്നത്. കാരണം ഇത് ഒട്ടും നാച്ചുറൽ അല്ല, ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ചയൊന്നുമല്ല, പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് പുറത്തു നിന്ന് ഉള്ള ഏതെങ്കിലും രാജ്യത്ത്, പാകിസ്ഥാനിലോ ചൈനയിലോ ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബോട്ട്സിന്റെ ആക്ടിവിറ്റി ആണോ എന്നുള്ള, മനുഷ്യരല്ലാതെ നമുക്കറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ലൈക്കും ഷെയറും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് ബോട്ട്സിനെ ഉപയോഗിച്ചത്. അങ്ങനെ ബോട്ട്സിന്റെ ആക്ടിവിറ്റി ആണോ എന്നുള്ളത് ഒരു കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഇതിൽ ചില അനലിറ്റിക്സ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ വ്യൂവർഷിപ്പും അതുപോലെ ഫോളോയിങ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സൗദി അറേബ്യയും ടർക്കിയും അമേരിക്കയും എല്ലാം പോലെയുള്ള രാജ്യങ്ങളിലാണ് ഇവരുടെ ടോപ്പ് ഓഡിയൻസ് ലൊക്കേഷൻസ് കാണുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന്റെ അനലിറ്റിക്സ് കാണുന്നുണ്ട്. ഇത് പറയുന്നത് പാകിസ്ഥാനിലാണ് ഇതിന് 49% പ്രേക്ഷകരുള്ളത് പാകിസ്ഥാനിലാണ്. അമേരിക്കയിലാണ് ഏതാണ്ട് 14%, അമേരിക്കയിൽ, ബംഗ്ലാദേശിലെ 14%. ഇതിന്റെ 9% പ്രേക്ഷകർ മാത്രമേ ഇന്ത്യക്കാരായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഈ പേജ് കാണുന്നവരായിട്ട് 9% ഉള്ളൂ. ഇതെന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് വളരെ ഇൻട്രീഗിങ് അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ അഴിമതി, അതുപോലെ തൊഴിലില്ലായ്മ, കെടുകാര്യസ്ഥത എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന്റെ അധാർമികമായ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലെ സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ടെന്നുള്ളതാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഇപ്പൊ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ആ കാര്യത്തിലും സംശയമുണ്ട് കേട്ടോ. രാഷ്ട്രീയ ധാർമ്മികതയോ അല്ലെങ്കിൽ ധാർമ്മികതയുള്ള ഒരു രാഷ്ട്രീയമോ വ്യവസ്ഥിതിയോ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഇവര് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഇന്റലിജൻസ് ബ്യൂറോയുടെ കയ്യിൽ എവിഡൻസ് വെച്ചിട്ടുള്ള സംശയമാണ് അവർക്ക്. അതുകൊണ്ട് ഇത് അവർ കൃത്യമായിട്ട് ഇന്റലിജൻസ് ബ്യൂറോ സംശയിക്കുന്നത് ഇതൊരു ഇന്ത്യക്കെതിരായിട്ടുള്ള, ഭാരതത്തിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റും സർക്കാരിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ്, സർക്കാരിനെ അട്ടിമറിക്കാനായിട്ടുള്ള ഒരു അട്ടിമറി സാബറ്റാജ് എഫേർട്ട് ആണോ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ അന്വേഷിക്കുന്നത്. ഏതായാലും അങ്ങനെ ഇനിയിപ്പോ ഇതല്ല, ഇതിപ്പോ ഇന്ത്യയിൽ കൃത്യമായിട്ട് ഇന്ത്യയിലെ സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെന്നുള്ള ഇവരുടെ വാദം തന്നെ അങ്ങ് അംഗീകരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഇതിന്റെ 9% മാത്രം, അതായത് 91% ആളുകളും ഇന്ത്യക്ക് പുറത്തുള്ളവരാവുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ കൂടുതൽ അറിയുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്കല്ലേ. അപ്പൊ ഇന്ത്യയിൽ ജീവിക്കുന്നവർ 9% മാത്രമുള്ളെന്ന് പറയുന്നത് ആദ്യത്തെ റെഡ് ഫ്ലാഗ് ആണ്. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ മെജോറിറ്റി ഇതിന്റെ ഓഡിയൻസ് ഇന്ത്യക്ക് പുറത്താണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ലക്ഷ്യം ഈ അഴിമതിയും അതുപോലെ തൊഴിലില്ലായ്മയും ഒന്നുമല്ല, ലക്ഷ്യം ഭാരതമാണ്. ഭാരതത്തിനെതിരെ നിരന്തരം ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കൂ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾ. പിന്നെ ഇന്ത്യ വിരുദ്ധതയ്ക്ക് വേണ്ടി ഫണ്ടിങ് വരുന്നു എന്നുള്ള രീതിയിലുള്ള ഏജൻസീസ് സംശയിക്കുന്ന അമേരിക്ക. ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഇതിന്റെ ടോപ്പ് വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ ഈ ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഇത് സംശയിക്കുന്നത്. പക്ഷേ ഇതിന്റെ സ്ഥാപകൻ, ഞാൻ നേരത്തെ പറഞ്ഞ അഭിജിത് ദിപ്കെ പറയുന്നത് 94% ഫോളോവേഴ്സും വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ, അദ്ദേഹത്തിന്റെ ക്ലെയിം എന്ന് പറയുന്നത് നേരെ ഘടകവിരുദ്ധമാണ്. ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത് 9% ഇന്ത്യയിൽ നിന്ന് ഉള്ളൂ എന്നാണ്. പക്ഷേ അഭിജിത് ദിപ്കെ പറയുന്നത് 94% ഇന്ത്യയിൽ നിന്നാണെന്ന്. അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഇതിന്റെ ഈ ഓഡിയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ കാണുന്നുണ്ട് സ്ക്രീനിൽ. ഓൾട്ട് ന്യൂസിലെ മുഹമ്മദ് സുബൈർ അവകാശപ്പെടുന്ന, അദ്ദേഹം ഈ അഭിജിത് ദിപ്കെയുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഇങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും ഇത് അഭിജിത് ദിപ്കെയുടെ അവകാശവാദം, അതായത് 94% പ്രേക്ഷകർ ഇന്ത്യയിലാണ് എന്നുള്ള അഭിജിത് ദിപ്കെയുടെ അവകാശവാദം അദ്ദേഹം വെരിഫൈ ചെയ്തു എന്നാണ് ഈ മുഹമ്മദ് സുബൈർ, ഓൾട്ട് ന്യൂസിലെ മുഹമ്മദ് സുബൈർ പറയുന്നത്. അതായത് ഈ മുഹമ്മദ് സുബൈർ പറയുന്ന മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ അവകാശവാദം അല്ല,
അഭിജിത്ത് പറയുന്നതാണ് സത്യം, ഇന്റലിജൻസ് ബ്യൂറോയുടെ അവകാശവാദം തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും സെക്യൂരിറ്റി ഏജൻസീസ് ഇതെല്ലാം തള്ളിക്കളയുന്നുണ്ട്, അവരവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി ഈ അഭിജിത്ത് ദീപ്തി ഒരു ഇന്ത്യ വിരുദ്ധ പ്രചാരകനാണ് എന്നുള്ളത് ഇന്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഏജൻസി സംശയിക്കാനായിട്ട് മറ്റൊരു കാരണവും കൂടി ഉണ്ട്. അതും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഈ അഭിജിത്ത് ദീപ്കെ പാകിസ്ഥാൻ അനുകൂല പ്രൊപ്പഗാൻഡ 2019 സ്പ്രെഡ് ചെയ്തിരുന്നു എന്ന് കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അത് പൂനെയില് ഇദ്ദേഹത്തിനെതിരെ 2019 പോലീസിൽ ഒരു പരാതി കിട്ടിയിരുന്നു. ഇദ്ദേഹം വർഗീയവും വിഭാഗീയവുമായിട്ടുള്ള പ്രൊപ്പഗാൻഡ, അതായത് പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള പ്രൊപ്പഗാൻഡ ഇന്ത്യ രാജ്യത്തിനെതിരെ കശ്മീർ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളതായിരുന്നു. അന്ന് ഇദ്ദേഹം ആം ആദ്മി പാർട്ടിക്കാരനായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഈ ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രചാരണത്തിന്റെ ഹിസ്റ്ററി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ പരാതി വന്നിരുന്നതെന്നാണ് 2019 ഞാനിപ്പോ ഈ കാണിച്ച സ്ക്രീൻഷോട്ടിൽ നിന്ന് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം വെളിച്ചത്തിലാണ് ഇവരുടെ ട്വിറ്റർ അക്കൗണ്ട് പൂട്ടിയത്. ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് അക്കൗണ്ട് കേന്ദ്ര സർക്കാർ പൂട്ടി ഈ ദേശസുരക്ഷയുടെ പ്രശ്നം പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അധികം വൈകാതെ തന്നെ അവർ വേറെ ഒരെണ്ണം തുറന്നതായിട്ടും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് പിന്നെ ഈ ബോട്ട് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ആകുമ്പോൾ ഇതൊന്നും ഓർഗാനിക് ആയിട്ട് വരുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആവശ്യാനുസരണം ആളുകൾക്ക് തുടങ്ങാവുന്നതും ധാരാളം സബ്സ്ക്രൈബേഴ്സിനെ ഫോളോവേഴ്സിനെ ഒക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ഇവര് സംശയിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ സംശയിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ വേറൊരു രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് തന്നെ പറയുന്നത് മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും പാർട്ടി എന്നാണ് വെബ്സൈറ്റ് തന്നെ അവകാശപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇങ്ങനെയുള്ള ആളുകൾ, ഈ തൊഴിലില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിൽ അകപ്പെടുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുമുണ്ട്. അത് തന്നെ കണക്കിലെടുത്തിട്ടാണ് ഇന്റലിജൻസ് ബ്യൂറോ എന്തായാലും ഇവർക്കെതിരെ ശക്തമായിട്ട് നീങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു. ജയ് ഹിന്ദ്.